കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റും വന്നിട്ടുണ്ട്. നോക്കാം. കാറ്റഗറി നമ്പർ 386/2025 പോസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ, വയനാട് ജില്ല. കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ വായിച്ചു കഴിഞ്ഞു. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നിട്ടുള്ളത്. വയനാട് ജില്ലയിലേക്കുള്ള പരീക്ഷയാണ്. കോമൺ OMR എക്സാമിനേഷൻ 25/2/2026 നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ വയനാട് ജില്ലയിലാണ് ഈ ഒരു പരീക്ഷ എഴുതിയതെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മെയിൽ ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു ലൈക്കിൻ്റെ ഒരു സിമ്പലൊന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ. ഞാനിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു. മെയിൽ ലിസ്റ്റ് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം സപ്ലിമെൻ്ററി ലിസ്റ്റ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഓരോ കാറ്റഗറി തിരിച്ചും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതും നമ്മൾ പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നുള്ളതും. ഇവിടെ മെയിൻ ലിസ്റ്റിൽ 74 പേരുണ്ട്, സപ്ലിമെൻ്ററിയിൽ 54. അങ്ങനെ ആകെ 128 പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 33.67 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് PSC നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 33.67 മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരായിരിക്കും എവിടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരിക്കുക. അപ്പോൾ അതിന് താഴെയുള്ളവരാണ് പിന്നീട് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒക്കെ വരിക. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ PSCയുമായി റിലേറ്റഡ് ചെയ്ത കാര്യം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടേക്കണേ. ഡീറ്റെയിൽസ് വന്നാൽ അല്ലെങ്കിൽ വിവരം കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്